ജോർജ് ജോസഫ് സാർ, കണ്ണൂർ AD-ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാർ CBI അന്വേഷണം തീരുമാനിച്ചതോടെ CPM നേതാക്കൾ ഇപ്പോൾ വെപ്രാളത്തിലാണ്. ഒരു സമയത്ത് ഈ ADMന്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് ഗീർവാണം മുഴക്കിയ അതേ CPM നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കി CBI അന്വേഷണത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നത്. CBI അന്വേഷണത്തെ ശരിക്കും CPM പേടിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് സത്യസന്ധമായി അന്വേഷിച്ച ഒരു കേസല്ലല്ലോ. അവിടുത്തെ ആ SHOയും അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണറും ഈ കേസ് അവർ വഴിതെറ്റിച്ചു വിടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അവർ കേസിൻ്റെ ഇതൊരു മർഡറാണെന്നുള്ള ഒരു വാദഗതിയെ അവർ പുച്ഛിച്ച് തള്ളി. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും വളരെ ദുരൂഹമാണ് അദ്ദേഹത്തിൻ്റെ മരണം. എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ഫോറൻസിക് ഡോക്ടർ എന്നൊരാൾ അയാൾക്ക് വേറെ രോഗികളെ നോക്കുന്ന ആളല്ല. ഈ ഡെഡ് ബോഡി കൊണ്ടുവന്ന് അത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറാണ്. അതിനാണ് ശമ്പളം കൊടുത്ത് അവർ ഇരുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരാൾ കാതലായ ഒരു മിസ്റ്റേക്ക് ഇതിൻ്റെ അകത്ത് പറ്റി എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അത് റൊട്ടീനായിട്ട് ദൈനംദിനം 2-3 ഡെഡ് ബോഡി, 2-3-4 ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവർ കൃത്യമായി അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. പക്ഷേ ഈ നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് ചെറുകുടലും വൻകുടലും ചേരുന്ന വിസറ, ഇൻഡസ്ട്രിയൽ വിസറ, അത് എടുത്തിട്ടുമില്ല. അത് കെമിക്കൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുമില്ല. അങ്ങനെയാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നത്. അതിൻ്റെ അർത്ഥം ഇയാൾ പോസ്റ്റ്മോർട്ടം ചെയ്തില്ല, ആ ബോഡി തട്ടിക്കൂട്ടി അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു. അത് അന്നേ ദിവസം തന്നെ പോയി അത് ദഹിപ്പിച്ച് കളയുകയും ചെയ്തു. തെളിവും നശിച്ചു. അത് വളരെ ദുരൂഹതയാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇതിനകത്ത് നശിപ്പിക്കാനുള്ള തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചു. അത് അന്വേഷിച്ച SHOയും അത് അന്വേഷിച്ച ACPയും. ACP ഒരു ഇടതുപക്ഷക്കാരനാണ്. അയാളെ റിട്ടയർ ചെയ്ത ശേഷം ഇപ്പം അയാൾ അവിടുത്തെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലൊരു ലോക്കലായിട്ടുള്ള ഒരു മെമ്പറായിട്ട് CPMൻ്റെ ആളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അയാൾ തീർച്ചയായിട്ടും ഒരു CPM വാദിയാണ്. അതുകൊണ്ടാണ് ഈ കേസ് ഒരു പെർഫങ്ചറി ഇൻവെസ്റ്റിഗേഷൻ അലക്ഷ്യമായി കേസ് തെളിവ് നശിപ്പിച്ച് അത് അവർ ADMൻ്റെ കേസ് മർഡർ എന്നുള്ളത് ഒരു അബറ്റ്മെൻറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ്, പ്രേരണ കുറ്റം ചുമത്തി PV ദിവ്യയെ ഒതുക്കി ഒരു റിപ്പോർട്ട് കൊടുത്തത്. ഒരുപക്ഷെ CPMന് പ്രധാനമായും പേടി നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്ന് വരുത്തി തീർക്കാൻ കൃത്രിമമായി തെളിവുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം അന്വേഷണ പരിധിയിൽ വരുമോ എന്നതായിരിക്കും. കാരണം നവീൻ ബാബു തൻ്റെ പക്കൽ നിന്ന് 98,500 രൂപ കൈക്കൂലി വാങ്ങിയെന്ന് അന്നത്തെ സംരംഭകനായ, അന്ന് വിവാദങ്ങളിൽപ്പെട്ട പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതാണ്. ഈ പരാതി കൃത്രിമമായി സൃഷ്ടിച്ചതാണ്. CPMന്റെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്ത് വെച്ച്, അതായത് AKG സെന്ററിൽ വെച്ച് തന്റെ ബന്ധു തയ്യാറാക്കിയ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന് കൈമാറിയെന്ന് മുൻപ് പ്രശാന്ത് തന്നെ വെളിപ്പെടുത്തിയതുമാണ്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണത്തിൽ ഈ പരാതിയെക്കുറിച്ചും അന്വേഷിച്ചാൽ അത് മുൻ മുഖ്യമന്ത്രിയുടെ, അതായത് അന്നത്തെ മുഖ്യമന്ത്രി പിണറായിയുടെ ഓഫീസിലെ ഉന്നതനിലേക്കും അത് CPM പാർട്ടി ആസ്ഥാനത്തേക്കും എത്തില്ലേ? അത് ഒഴിവാക്കുന്നതിനാണോ CPM ഇപ്പോൾ CBI അന്വേഷണത്തെ നഖശിഖാന്തം എതിർക്കുന്നത്? അത് എന്തായാലും ഒരു മർഡർ കേസ് ഒരു അൺനാച്ചുറൽ ഡെത്തായിട്ട് മാറ്റി. അത് രാഷ്ട്രീയപരമായൊരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് അതൊരു മർഡറാണെന്നുള്ള തെളിവ് നശിപ്പിക്കപ്പെടണമല്ലോ സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് ആ കേസിൻ്റെ പല ഭാഗങ്ങളും അവർ സപ്രസ് ചെയ്തു. ആ കേസ് അന്വേഷിച്ച SHOയോ അല്ലെങ്കിൽ അവിടുത്തെ ACPയോ അവരാരും ഈ കേസിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ അടിയന്തരമായിട്ട് പരിശോധിക്കേണ്ട വിജിലൻസ് ഉള്ള സംഭവം, അത് PP ദിവ്യ പറഞ്ഞത് ഇയാൾ കൈക്കൂലിക്കാരനാണ് ADM, അതിന് അയാൾ കൈക്കൂലി വാങ്ങിച്ചു. അത് 98,500 രൂപ ഏകദേശം 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്ന ആരോപണം അവർ ഉന്നയിച്ചതാണ്. അതിനുള്ളൊരു പരാതി വിജിലൻസിലുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും തിരുവനന്തപുരത്ത് വന്ന് ആരോ ഒരു പരാതി മുഖ്യമന്ത്രി ഓഫീസിൽ കൊടുത്തത് അത് ഈ സംഭവത്തിന് ശേഷം, ഈ മരണത്തിന് ശേഷം തന്നെയാണ്. അങ്ങനെ കൊടുത്ത പരാതി അത് പിന്നീട് അങ്ങനെ ലഭിച്ചില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും തിരുവനന്തപുരത്തുള്ള ആരോ ആണ് ആ പരാതി കൊടുത്തത്.
അത് പ്രശാന്ത് എന്ന് പറഞ്ഞ ആള് ഒപ്പ് തിരുവനന്തപുരത്ത് കൊടുത്ത പരാതിയിലെ ഒപ്പ് മാറിയിരിക്കുന്നു. അയാൾ തിരുവനന്തപുരത്ത് എത്തിയില്ല, അതിന് പകരം ആരെ നോമിനേറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെയുള്ള തെളിവുകളിലേക്ക് ഒന്നും പോലീസ് കടന്നില്ല. ഈ കേസിന് ഒരാളെ കൊല്ലാൻ വേണ്ടി വന്നത് ഈ തെളിവുകളുടെ ഒക്കെ പരിശോധന നടത്തിയാൽ കുഴയും എന്ന് കണക്കാക്കി തന്നെയാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത്. ഒരു വിജിലൻസ് എൻക്വയറിയുടെ പെറ്റീഷൻ അത് മുഖ്യമന്ത്രിയുടെ ആഫീസിൽ ലഭിച്ചില്ല എന്നും യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു വിജിലൻസ് സർക്കിൾ ഇൻസ്പെക്ടർ പാർട്ടിക്കാരനായിരിക്കാം, അയാൾ അവിടുത്തെ പറ്റി ഒരു അന്വേഷണം നടത്തി ഒന്നോ രണ്ടോ പേരുടെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തെന്ന് അന്ന് വാർത്ത വന്നിട്ടുണ്ട്. പൊതുവെ ഈ കേസിൻ്റെ ഒരു മോട്ടീവ് അത് കൃത്യമായിട്ട് ഈ ബിനാമി ഇടപാട് സപ്രസ് ചെയ്യാൻ തന്നെയാണ്. പ്രശാന്ത് എന്ന് പറഞ്ഞൊരു സാധാരണക്കാരൻ, അയാൾക്ക് അവിടെ പള്ളിയുടെയൊക്കെ സ്വാധീനപ്പെടുത്തിയ ഒരു 40 സെൻറ്റ് സ്ഥലം പെട്രോൾ പമ്പിന് വേണ്ടിയിട്ട് ഇയാൾ ശരിയാക്കിയെന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായി തോന്നും. അതൊരു ബിനാമി ഇടപാടാണ്. പള്ളിക്കാരുടെ കൈവശം ഏക്കർ കണക്കിന് സ്ഥലത്തിൽ ഒരു 40 സെൻറ്റ് സ്ഥലം പെട്രോൾ പമ്പിന് കൊടുക്കണമെങ്കിൽ അതിനൊരു എഗ്രിമെൻ്റ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അത് വേറെ ആരെങ്കിലും ഉത്തരവാദിത്തമുള്ളവർ പള്ളിക്കാരുമായിട്ട് സമീപിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പ്രശാന്തിന് അങ്ങനെ ഒരു സ്ഥലം പള്ളിക്കാർ കൊടുക്കില്ല. അതിൻ്റെ പിന്നിൽ ആളുകളുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഇപ്പം തോന്നുന്നുണ്ട്. അത് ശരിയുമാണ്. ഇവിടെ പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിച്ചിട്ടും ചുരുളഴിയാത്ത ഒട്ടേറെ ചോദ്യങ്ങൾ ഇപ്പോഴും നവീൻ ബാബു കേസിൽ ബാക്കി കിടക്കുന്നുണ്ട്. മരിച്ച നിലയിൽ കണ്ടെത്തിയ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിലെ രക്തക്കറയെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചിട്ടില്ല. സാറും ഇതേക്കുറിച്ച് നിരന്തരം പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തതുമാണ്. ഇത് പോലീസ് അവഗണിച്ചതും ഇൻക്വസ്റ്റ് തുടക്കത്തിൽ നടത്തിയതും സംശയകരമാണ് എന്ന് കുടുംബം പറയുന്നുണ്ട്. അപ്പോൾ പോലീസിന്റെ ഈ ഇടപെടലും CBI അന്വേഷണ പരിധിയിൽ വരില്ലേ? തീർച്ചയായിട്ടും CBI ഈ കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കേണ്ടി വരും. പക്ഷെ തെളിവ് മിക്കവാറുമുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ചില എവിഡൻസുകളൊക്കെ മനഃപൂർവ്വം നശിപ്പിച്ച് ഒരു അണ്ണാച്ചുരത്തിലേക്ക് കൊണ്ടുപോയ കേസാണ്. അങ്ങനെ നശിപ്പിച്ച തെളിവുകൾ പലതും വീണ്ടെടുക്കാൻ കഴിയില്ല. അത് CBIക്ക് മനസ്സിലാവും. അവർ ഈ കേസ് പരിശോധിച്ചിട്ട് എടുക്കണോ വേണ്ടയോ ഇല്ലയോ എന്ന് തീരുമാനിക്കും. ഗവൺമെൻറ് ഈ കേസ് CBIക്ക് കൊടുക്കാനൊരു ഉത്തരവ് ഇറക്കിയെങ്കിലും CBI ഇത് എടുക്കണമെന്ന് നിർബന്ധമില്ല. അവരിത് മുഴുവൻ പരിശോധിച്ച് ഇതിൻ്റെ തെളിവുകളൊക്കെ അവരെ നശിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് ലഭിച്ചതെന്ന് തോന്നിയാൽ ആ കേസിൻ്റെ പുറകെ CBI സ്വാഭാവികമായിട്ടും പോവില്ല. അങ്ങനെയാണ് അവരുടെ ഇതുവരെയുള്ള അനുഭവത്തിൽ നമ്മൾ മനസ്സിലാകുന്നത്. കൃത്യമായ തെളിവുകൾ കിടന്നത് നശിപ്പിച്ച് ശേഷം CBI കൊടുത്താൽ അവർ ആ ഭാഗങ്ങളൊക്കെ എങ്ങനെ പുനരുദ്ധരിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് CBI ചിലപ്പോൾ ഈ കേസ് സർക്കാർ ഉത്തരവുണ്ടെങ്കിലും എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം ഞാൻ പറയുന്നത് CBI അത് എടുക്കേണ്ട ഒരു ആവശ്യമില്ല, എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നല്ല വെറ്റർമാരിപ്പോൾ ഉണ്ടല്ലോ. നേരത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് ഒതുക്കി വിട്ട 3-4 SP വെറ്റർമാരും നമുക്കിപ്പോൾ അവൈലബിളാണ്. അതിനകത്ത് ജോസി ചെറിയാൻ എന്ന് പറഞ്ഞാൽ നല്ല ഇൻവെസ്റ്റിഗേഷൻ അറിയാവുന്ന ഒരാളുണ്ട്. ജോസി ചെറിയാനെ കൂടാതെ ഷൗക്കത്ത് അലി ഉണ്ട് നമുക്ക്. അതുപോലെ ബിച്ചുകുമാർ എന്ന ക്രൈംബ്രാഞ്ചിൽ SP ഉണ്ട്. ഇവർ 3 പേരും ബെറ്റർ ഇൻവെസ്റ്റിഗേറ്റേഴ്സാണ് കേരള പോലീസിൽ. 3 പേരും അവരുടെ പ്രാഗൽഭ്യം നേരത്തെ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് CBI ഇത് ഏറ്റെടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരു SIT ഇവർ 3 പേര് ഒരു ടീമിനങ്ങ് ഏൽപ്പിച്ചാൽ മതി. 2 ആഴ്ച കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. നവീൻ ബാബു ആവശ്യപ്പെട്ട 98,500 രൂപ നൽകുന്നതിന് സ്വർണം പണയം വെച്ചാണ് പണം കണ്ടെത്തിയത് എന്നാണ് അന്നത്തെ സംരംഭകനായിരുന്ന പ്രശാന്ത് നൽകിയ മൊഴി. സ്വർണം പണയം വെച്ച് 98,500 രൂപ കണ്ടെത്താൻ മാത്രം ബുദ്ധിമുട്ടുള്ള ഒരാൾ എങ്ങനെ ഒരു പെട്രോൾ പമ്പ് തുടങ്ങും എന്ന സംശയം ബാക്കിയാണ്. അതേക്കുറിച്ച് സാറ് നേരത്തെ സൂചിപ്പിച്ചതാണ്, എല്ലാവരും ഇതേക്കുറിച്ച് ചോദിച്ചതുമാണ്. ഇനി അതല്ല, പെട്രോൾ പമ്പ് തുടങ്ങാൻ ശേഷിയില്ലാത്ത ആളാണ് പ്രശാന്ത് എങ്കിൽ ഇയാൾ ആരുടെയെങ്കിലും ബിനാമിയാണോ എന്ന സംശയം ഉയരും. ഈ അന്വേഷണവും CPM നേതൃത്വത്തിലേക്ക് എത്തുമോ? തീർച്ചയായിട്ടും അത് 98,500 ഏകദേശം 1,00,000 രൂപയ്ക്ക് 1,500 രൂപ കുറവ്. അത് ഈ പെട്രോൾ പമ്പിന് വേണ്ടിയിട്ട് ഇനിഷ്യലായി ആ പൈസ ഉണ്ടാക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല. അത് സ്വർണം പണയം വെച്ചിട്ടുണ്ടാവും, അയാൾ കൈക്കൂലി കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും. അത് ആ 1,00,000 രൂപയുടെ സ്വർണം ഇയാളുടെ ആണോ വേറെ വല്ലവരുടെ ആണോ എന്ന് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് ബിനാമി ഇടപാടുകളാണ്. അതിൻ്റെ പിന്നിൽ PP ദീപയും മറ്റു ചില ആൾക്കാരും അവിടെ പെട്രോൾ പമ്പ് തുടങ്ങാൻ വേണ്ടി പ്രശാന്തിനെ ഉപയോഗിച്ചു എന്നാണ്. അതിന് പ്രശാന്ത് അവരുടെ ഒപ്പം നിൽക്കുകയും, എന്നാൽ പിന്നീട് നടന്ന സംഭവ വികാസങ്ങളിൽ
പ്രശാന്തിന് മനസ്സിലായി ഇത് ഒരു കൊലപാതകത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പ്രശാന്തിന് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട്. പ്രശാന്തിന് വിജിലൻസിലെ പ്രശാന്ത് ഒരു കൈക്കൂലി വാങ്ങിച്ചതിനൊരു കേസ് കൊടുപ്പിച്ചു. അത് എന്തായാലും ഇപ്പം പിക്ചറിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയത്ത് ഈ പ്രശാന്ത് ADMൻ്റെ വീടിനടുത്ത് താമസിക്കുന്ന വീടിനടുത്ത് രണ്ടുപേരും ഒന്നിച്ച് സംസാരിക്കുന്നതും ഇയാളൊരു കാറിൽ വന്നതും ഒക്കെ 2 ദിവസം മുമ്പ് അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ADMനെ സ്വാധീനിക്കാൻ വന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ പറയുന്നുണ്ടെങ്കിലും എന്തോ ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് ഉറപ്പായി. അതുകൊണ്ടാണ് ആ മരണത്തിലേക്ക് അത് വന്നത്. അതിനകത്തൊരു കണ്ണി പ്രശാന്താണ്. പ്രശാന്തിനെ CPM നേതൃത്വത്തിൽ അവിടെയുള്ളവർ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിലേക്കാണ് ഇനി വെളിച്ചം വീശേണ്ടത്. അത് CBI അതിലേക്ക് ആ കേസ് ടേക്ക് ഓവർ ചെയ്യുന്നതിൽ സാരമില്ല. ഇവിടെ വെറ്ററന്മാർ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഉണ്ട്. അവർ കള്ളം ചേർക്കില്ല. സത്യസന്ധമായിട്ട് അവർ ആ കേസ് അന്വേഷിക്കും. അതിനകത്ത് നേരത്തെ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥ പാവപ്പഴയുണ്ടെങ്കിൽ അവിടുത്തെ SHO അന്നത്തെ AC അവരെ ഈ കേസിനകത്ത് തെളിവ് നശിപ്പിച്ചതിന് അറസ്റ്റ് ചെയ്യേണ്ടിയും വരും. സാർ, ഇവിടെ മറ്റൊരു കാര്യമുള്ളത്, കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണ് എന്നിരിക്കെ കൈക്കൂലി കൊടുത്ത പ്രശാന്തിനെതിരെ എന്തുകൊണ്ട് കേസ് ഉണ്ടായില്ല എന്ന ചോദ്യം പ്രസക്തമല്ലേ? ADMനെതിരെ പരാതി നൽകാൻ വിജിലൻസ് ഓഫീസിൽ പോയി എന്ന് പ്രശാന്ത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ വിജിലൻസ് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥന്റെ പോലും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുമില്ല. അതെന്തുകൊണ്ടായിരിക്കും? ഈ കേസിൻ്റെ അന്വേഷണം പാളിപ്പോയി. വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ്. CPM നേതൃത്വത്തിന് ഈ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അതുകൊണ്ടല്ല അവിടുത്തെ ജില്ലാ പ്രസിഡൻ്റായ ഒരാൾ ജയരാജ് ആ ബോഡിയുടെ ഒപ്പം ഇവിടെ വന്നത്. യഥാർത്ഥത്തിൽ അതിന് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ലല്ലോ. എവിടെ പോയി വിസറ? അതൊരു പാർട്ടിക്കാരനല്ലേ ആ ഫോറൻസിക് ഡയറക്ടർ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വ്യാപകമായ തെളിവ് നശിപ്പിക്കൽ നടന്നു. പക്ഷേ നശിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ അവിടെ ബ്ലഡ് ഉണ്ടായിരുന്നു. അന്ന് ഇത്ര സ്വാധീനമൊന്നും അവർ ചെലുത്തിയിട്ടുണ്ടാവില്ല. ആ ബ്ലഡ് വിവരങ്ങൾ ഇൻക്വസ്റ്റിനകത്ത് അവിടുത്തെ ആ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ASI രേഖപ്പെടുത്തുകയും ചെയ്തു. അതൊരു വൈറ്റൽ എവിഡൻസ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നവീൻ ബാബു മരണം CBI അന്വേഷിച്ചാൽ ഒരുപക്ഷെ അകത്താകാൻ പോകുന്നത് ഇപ്പോൾ കേസിലെ ഏക പ്രതിയായിട്ടുള്ള PP ദിവ്യ മാത്രമാകില്ല, ഒരുപക്ഷെ CPMന്റെ പല നേതാക്കളുമായിരിക്കുമോ? തീർച്ചയായിട്ടും അത് ഇനി CBI വന്നാലോ വന്നില്ലേലോ, അല്ലെങ്കിൽ ഇവിടെ ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലുള്ള ആരെങ്കിലും അന്വേഷിച്ചാലോ ഈ കേസ് തെളിവിലേക്ക് വരും. ഏതൊക്കെ തെളിവുകളാണ് നശിപ്പിക്കപ്പെട്ടത് എന്നും കണ്ടെത്തുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോഴത്തെ ഗവൺമെൻറ് സ്റ്റാൻഡ് 100% ശരിയാണ്, സത്യമാണ്, രാഷ്ട്രീയപരമായിട്ടാണ് ആ കേസ് അന്വേഷിച്ചത്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും ഈ കേസ് CBI വന്നാലും SIT വന്നാലും ആ കേസിനകത്ത് തെളിവ് നശിപ്പിച്ചതിന് അവർ രണ്ടുപേരും പ്രതികളാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, എന്തായാലും ADMന്റെ മരണത്തിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിച്ചപ്പോഴും വിട്ടുകളഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. ഒപ്പം ഇനിയും ചുരുളഴിയാത്ത ഒട്ടനവധി കാര്യങ്ങളുമുണ്ട്. ഇവയെല്ലാം CBI അന്വേഷണ പരിധിയിൽ വന്നാൽ CPM നേതൃത്വം പ്രതിസന്ധിയിലാകുമെന്ന് ഉറപ്പാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് CBI അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് CPM നേതാക്കൾ രംഗത്ത് വരുന്നത് എന്നാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഇപ്പോൾ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പുകളും തോറ്റ് വൻ ചുഴിയിലകപ്പെട്ട CPM കൂടുതൽ നിലയില്ലാ കയത്തിലേക്ക് മുങ്ങിത്താഴുമോ എന്ന് ഇനി കണ്ടറിയേണ്ടതാണ്.